10 പഴവർഗ്ഗങ്ങളാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തേത് ചെറീസ്. ചെറീസിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി, നീർവീക്കം കുറക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് കുറയാനും പെട്ടെന്ന് യൂറിക് ആസിഡ് കൊണ്ട് ഉണ്ടാകുന്ന ഗൗട്ടി വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറക്കാനും ഇത് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും. അത് ഫ്രഷായിട്ട് അങ്ങനെ കഴിക്കാം. ഇനി ജ്യൂസ് അടിച്ച് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ആപ്പിളാണ്. മാലിക് ആസിഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അതിൽ അടങ്ങിയിട്ടുണ്ട്, നാരും അടങ്ങിയിട്ടുണ്ട്. ഇത് 2 യൂറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കോമ്പൗണ്ട്സാണ്. അടുത്ത ഫ്രൂട്ട് ഏതാണെന്നറിയോ? അത് ബെറീസ് ആണ്. ഇത് യൂറിക് ആസിഡ് കുറക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. സിട്രസ് ഫ്രൂട്ടുകളാണ് അടുത്തത്. ലൈമ്, ഓറഞ്ച്, അല്ലേ, ഇതുപോലത്തുള്ള ഫ്രൂട്ടുകളിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കും. പൈനാപ്പിൾ നല്ല രുചിയുണ്ടല്ലോ. ഇതിൽ ബ്രൊമേലിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്.